ഹലോ. അപ്പോൾ വെള്ളിയാഴ്ച സ്കൂളൊക്കെ വിട്ടിട്ട് വന്നിട്ട് ദേ വൈകുന്നേരം ആയപ്പോൾ ദേ ഫുഡൊന്നും കഴിക്കാനില്ല കേട്ടോ. അപ്പോൾ നേരെ ഞങ്ങൾ ദേ തട്ടുകടയിലേക്ക് വിട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഇരിപ്പുണ്ട്, എന്നാൽ അതിന് കുറച്ച് കറിയും കൂടെ വാങ്ങിച്ചേക്കാമെന്ന് കരുതിക്കൊണ്ട് ദേ ഞങ്ങൾ മൂന്നാളും കൂടെ പോവാണ് കേട്ടോ. നമ്മൾ കിടങ്ങൂർക്കാണ് കേട്ടോ പോകുന്നത്. കിടങ്ങൂർ പോകുന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു നല്ല രസം കേട്ടോ കാണാൻ. രാത്രി ആയതുകൊണ്ടാണ് അത്രയ്ക്ക് മനസ്സിലാവാത്തത്. രണ്ട് സൈഡിലും മരമൊക്കെ ആയിട്ട് നല്ല ഭംഗിയാട്ടോ. ഞാൻ ഒരു ദിവസം പകലത്തെ വ്യൂ കാണിച്ചു തരാം. നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ ഏറ്റുമാനൂരിൽ നിന്ന് പാലാ പോകുന്ന റൂട്ടിൽ കിടങ്ങൂർ വഴി പോകുന്നു. നല്ല ഭംഗിയാട്ടോ. ഈ വഴി പോയവർക്കൊക്കെ എന്തായാലും മനസ്സിലാവും ആ ഒരു സ്ഥലം നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ ദേ ഞങ്ങൾ മൂന്നാളും കൂടെ തട്ടുകടയിൽ ചെന്നു. ചായം പോയി ദേ കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ. അവിടെ കയറിയിരുന്ന് ആദ്യം കഴിക്കാമെന്നുള്ള പ്ലാനിലൊക്കെ പോയി, പിന്നെ ഞങ്ങൾ പ്ലാൻ മാറ്റി. അങ്ങനെ ദേ കല്ലൂസ് കാറ്റടിച്ചപ്പോഴേക്കും കല്ലൂസിന് ഉറക്കം വന്നു. അങ്ങനെ കല്ലൂസ് പയ്യെ ഉറങ്ങാനുള്ള പരിപാടികളിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പം ഞാൻ അവളെ ഇങ്ങനെ കുത്തിപ്പോയിക്കൊണ്ടിരിക്കുക. ഫുഡൊക്കെ കഴിച്ചിട്ട് വേണമല്ലോ കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ അവളെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കിടങ്ങൂർ എന്തേ ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിടങ്ങൂർ എനിക്ക് തോന്നുന്നു ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഒരു തുടങ്ങിയൊരു ഹൈപ്പർ മാർക്കറ്റ് കേട്ടോ. എത്ര നോക്കിയിട്ടും കല്ലൂസ് ഉറങ്ങാതിരുന്നില്ല. കല്ലൂസ് വീട്ടിൽ ചെല്ലുന്നതിന് മുന്നേ ദേ ഉറങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ കല്ലൂസ് ഉറങ്ങി. ഞങ്ങൾ ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ച് ഏൽപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തു. ഞങ്ങളും ഫുഡ് കഴിച്ചു. ഇനി ഞങ്ങളിതേ കിടന്ന് ഉറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അങ്ങനെ ഗുഡ് നൈറ്റും കഴിഞ്ഞതേ ഗുഡ് മോർണിംഗ് ആവുകയാണ് കേട്ടോ. അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് ഞാൻ രാവിലെ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഫ്രണ്ടിൽ ദേ അപ്പായും അമ്പിയും കൂടെ നിൽപ്പുണ്ട്. ഫ്രണ്ടിൽ വലിയൊരു ലോറിയും കിടപ്പുണ്ട്. എന്താ സംഭവം എന്ന് ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം ഞങ്ങളുടെ ഈ ചെറിയ വഴിയിൽ കൂടി ഇത്രയും വലിയ ലോറി എങ്ങനെ വന്നു പെട്ടു എന്നാലോചിച്ച് ഞാനിങ്ങനെ നിന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറമുള്ളൊരു പറമ്പിൽ പൈനാപ്പിൾ കയറ്റാൻ വേണ്ടി വന്ന ലോറിയാണ്. പക്ഷെ അങ്ങോട്ടേക്ക് വണ്ടി പോകത്തില്ലാത്ത കാരണം നമ്മുടെ ഫ്രണ്ടിലത്തെ ആ പറമ്പിൽ അവർ കയറ്റിയിട്ടിട്ട് കന്നാര കയറ്റാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഈ പൈനാപ്പിളിന് പല പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. കന്നാര, കൈതച്ചക്ക, പൈനാപ്പിൾ, അങ്ങനെ പല പല പേരുകളുണ്ട്. വേറെ എന്തെങ്കിലും പേരുകൾ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ചേട്ടൻ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് വണ്ടി തിരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ദേ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ് കേട്ടോ. അപ്പോൾ താമസിച്ച് എഴുന്നേറ്റ കാരണം തന്നെ ഇന്ന് ഗോതമ്പ് ദോശയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊടിച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് സവാള എല്ലാം കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കും. സിമ്പിൾ, വെരി സിമ്പിളാണ് കേട്ടോ. അപ്പോൾ സമയമില്ലാത്ത സമയങ്ങളിൽ ഇതുപോലത്തെ തട്ടിക്കൂട്ട് കറിയൊക്കെ ഉണ്ടാക്കുന്നതാണ് എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാവരും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കാം. അങ്ങനെ ദേ ഞാൻ നല്ല അടിപൊളി ഒരു കിഴങ്ങ് കറി ഉണ്ടാക്കിയിട്ടോ. ഇത് കാണുമ്പോൾ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് കളിച്ചു. അങ്ങനെ ഞങ്ങൾ കളിയും ചിരിയൊക്കെ ആയിട്ട് ഇരുന്നപ്പോഴേക്കും നമ്മുടെ പച്ചക്കറിക്കാരൻ ചേട്ടൻ വന്നു കേട്ടോ. ഓട്ടോയിൽ എല്ലാ ശനിയാഴ്ച ഇതുപോലെ നമുക്ക് പച്ചക്കറിയും കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ചേട്ടൻ ഇങ്ങനെ വരും കേട്ടോ. എല്ലാ ശനിയാഴ്ചയും വരുന്നതാണ്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കുക. അപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ രമണി ചേച്ചിയും ഞങ്ങളെല്ലാവരും കൂടെ വാങ്ങാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആയിട്ടാണ് വരുന്നത്. ഇന്ന് മൊത്തം ഫ്രൂട്ട്സ് ആയിരുന്നു. ആപ്പിളും ഏത്തപ്പഴവും പേരയ്ക്കയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ദേ ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ദേ ഒരു വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫോണൊക്കെ കണ്ട് കിടന്നതാണ്. കല്ലൂസ് ദേ കിടന്ന വഴി ഉറങ്ങിപ്പോയി. ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന കാരണം അവൾ ഉറങ്ങിപ്പോയത് ഞാനും കണ്ടില്ല. ഞങ്ങളിങ്ങനെ നിലത്ത് വെറുതെ ചൂടൊക്കെ എടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് കിടന്നതാണ്. അന്നേരം നിലത്ത് കിടന്ന് അവൾ ഉറങ്ങിപ്പോയിട്ടോ. പിന്നെ അവളെ എടുത്ത് ഞാൻ മേളിൽ കിടത്തി. അവൾ ഉറങ്ങിയ സമയം കൊണ്ട് പെൻഡിങ് കിടക്കുന്ന കുറച്ച് വർക്കുകളും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എഡിറ്റിങ്ങും കുറേ കാര്യങ്ങളും നമ്മുടെ സ്കൂളിൽ പോക്കൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ കുറേ പെൻഡിങ്ങിൽ ഇങ്ങനെ കിടക്കുവാണ്. എനിക്ക് എല്ലാ ദിവസവും ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നേ ഇല്ല. അപ്പം ഞാൻ ദേ ആ വർക്കുകളിലേക്കൊക്കെ കിടക്കാമെന്ന് കരുതി. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളില്ല. അതുകൊണ്ട് കുറേ ടൈം നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റേതായ ജോലികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കല്ലൂസ് ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നേരെ ഞാൻ ദേ എഡിറ്റിങ്ങിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം ലാപ്പിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് എഡിറ്റിംഗ് പരിപാടികളും തീർത്തെടുത്തു. എഡിറ്റിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ കുഞ്ഞിക്കല്ലു എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എഴുന്നേറ്റ് വന്ന വഴി എന്നോട് ഫ്രൂട്ട്സാണ് ചോദിച്ചത്. അപ്പോൾ ഓറഞ്ച് ഇരിപ്പുണ്ടായിരുന്നു. ഓറഞ്ചാണ് ഞാൻ കൊടുത്തത്. നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആപ്പിളോ ഓറഞ്ച് മുന്തിരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഫുഡ് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഫ്രൂട്ട്സാണ്. അപ്പം ഞാനിങ്ങനെ ഓരോ അല്ലി ഇങ്ങനെ പൊളിച്ച് കൊടുത്താൽ ആളിങ്ങനെ കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ അവൾക്കും കുറേ നേരം അത് കഴിച്ചു, അവൾക്ക് കൊടുത്തു. ഞാനും അവളും കൂടെ അതിരുന്ന് കഴിച്ചു. അങ്ങനെയും കുറേ സമയം ഞങ്ങൾ പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ശനിയാഴ്ച ദിവസം പോയതേ ഞാൻ അറിഞ്ഞില്ല. ഒത്തിരി പണികളൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ പണികളും കൊണ്ട് മുന്നോട്ട് പോയി പെട്ടെന്ന് ശനിയാഴ്ച തീർന്നു കേട്ടോ. അങ്ങനെ ശനിയാഴ്ചയും വെള്ളിയാഴ്ചത്തെയും വിശേഷങ്ങളായിരുന്നു നമ്മൾ ഈ വീഡിയോസിൽ ഫുള്ളും കണ്ടുകൊണ്ടിരുന്നത്.
കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ കല്ലൂസിന് ഞാൻ ഓറഞ്ച് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ രാവിലെ വന്ന ലോറിയുടെ കാര്യം ഞാൻ ഓർത്തത്. പോയി നോക്കിയപ്പോൾ ലോറി അതേ പൊസിഷനിൽ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അവരിതേ പൈനാപ്പിൾ കുറേ ആയിട്ട് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ കാഴ്ചയും കണ്ടുകൊണ്ട് കുറച്ച് പേരും കൂടെ ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ കല്ലൂസും കുഞ്ഞിനും കൂടെ. അവരത് കാണുകയും അവരുടേതായ ഏതൊക്കെയോ കളിയിലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.